ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന 2024 നടന്ന ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 അങ്ങനെ തുടങ്ങിയ ഒരു 4 കാറ്റഗറിയുടെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഒരു 2 സെറ്റ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ സെറ്റിലും 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്നലെ വീഡിയോ ഇടാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം ഇന്നത് നമ്മൾ ബാലൻസ് നോക്കുകയാണ്. നോട്ട്സായിട്ട് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഡെയിലി നോട്ട്സ്, കറണ്ട് അഫെയർസ് നോട്ട്സ് ഇടാറുണ്ട്. വീക്കെൻഡിൽ ചെറിയൊരു പോൾ ടൈപ്പ് എക്സാം നടത്താറുണ്ട്. അപ്പം ഇഷ്ടമുള്ളവർ, താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, നോട്ട്സ് വേണ്ടവർ. അപ്പം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 61ാമത്തെ ക്വസ്റ്റ്യനാണ്. ദ പബ്ലിഷർ ടോൾഡ് me that my mistakes wouldn't be a problem in the future. I thought he was very kind, but later I realized that he was giving me a left-handed compliment. അപ്പം എന്താണ്, പബ്ലിഷർ എന്നോട് ചോദിച്ചു ദാറ്റ് മൈ മിസ്റ്റേക്ക് വുഡൻറ്റ് ബി എ പ്രോബ്ലം ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമോ, എൻ്റെ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമോ എന്ന് ചോദിച്ചു. ഐ തോട്ട് ഹി വാസ് വെരി കൈൻഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നല്ലൊരാളാണ് എന്ന് വിചാരിച്ചു. ബട്ട് ലേറ്റർ, പിന്നീട് എന്ത് മനസ്സിലാക്കി, ഐ റിയലൈസ് ദാറ്റ് ഹി വാസ് ഗിവിങ് മീ ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ എനിക്കത് പിന്നീട് അതെന്ത് മനസ്സിലായി, ഒരു ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പം വാട്ട് ഡസ് ദ ഇഡിയം എ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ് മീൻസ്? അപ്പോൾ അതിൻ്റെ ഇഡിയം ആയ ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെൻറ്റിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഓപ്ഷൻ ബി ഇൻസൾട്ടിങ് റിമാർക്ക്, ഓപ്ഷൻ സി അപ്രൂവൽ, ഓപ്ഷൻ ഡി എൻകറേജ്മെൻറ്റ്. ഓപ്ഷൻ എ പോസിറ്റീവ് ഫീഡ്ബാക്ക്, ബി ഇൻസൾട്ടിങ് റിമാർക്ക്, സി അപ്രൂവൽ, ഡി എൻകറേജ്മെൻറ്റ്. അതായത് നമ്മളിന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ച് നോക്കിയാൽ മതി. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ്, നമ്മൾ സാധാരണയായിട്ട് ഒരു കോംപ്ലിമെൻറ്റ് നൽകുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡഡ് കോംപ്ലിമെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. റൈറ്റ് ഹാൻഡഡ് അല്ലേ? ഷെയ്ക്കാൻ തരുന്നത് എങ്ങനെ? ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഷെയ്ക്കാൻ ഒരു ആദ്യമായിട്ട് കാണുമ്പോൾ, പെട്ടെന്ന് കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ നമ്മളൊരു ഷെയ്ക്കാൻ കൊടുക്കുന്ന ലെഫ്റ്റ് ഹാൻഡിലല്ല, റൈറ്റ് ഹാൻഡ് കൊണ്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. അപ്പോൾ അതെന്താണ് ആൻസർ വരുന്നത്? ഇൻസൾട്ടിങ് റിമാർക്കാണ് അല്ലേ? ഇൻസൾട്ട് ചെയ്യുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഇൻസൾട്ടിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഇൻസൾട്ട് റിമാർക്കാണ് എൻ്റെ ആൻസർ വരിക. 62ാമത്തെ ക്വസ്റ്റ്യൻ. ഗീവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ. ഗീവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ. അതായത് എ സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ എന്ന വേർഡ്, ആ ഒരു സെൻറ്റൻസിന് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വൺ വേർഡ് ആയിട്ടുള്ള ഈ ഓപ്ഷനിൽ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഡിബക്കിൾ, ഓപ്ഷൻ ബി ഹോളോകോസ്റ്റ്, ഓപ്ഷൻ സി മെലഡി, ഓപ്ഷൻ ഡി നെമെസിസ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു വേർഡ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഡിബക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബക്കിളിൻ്റെ മീനിങ് എ സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ എന്നൊരു മീനിങ്ങാണ് വരുന്നത്. എ സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ എന്നുള്ള മീനിങ്. അതുപോലെ ഹോളോകോസ്റ്റ് എന്ന് വെച്ചാൽ കൂട്ടക്കൊല അല്ലെങ്കിൽ കൂട്ടനാശം എന്നൊരു മീനിങ്ങാണ് വരുന്നത്. മലഡി എന്ന് പറഞ്ഞാൽ അസുഖം, അസുഖം. നെമെസിസ് എന്ന് പറഞ്ഞാൽ ശത്രുത അല്ലെങ്കിൽ പ്രതികാരം എന്നൊരു മീനിങ്ങാണ് വരുന്നത്. അപ്പം വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. 63ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് ഈസ് എ സിനോണിം ഓഫ് ക്ലീഷേ. ഇപ്പം ഒരു വേർഡായ ക്ലീഷയുടെ സിനോണിം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്റ്റിറിയോടൈപ്പ്, ഓപ്ഷൻ ബി നോവൽറ്റി, ഓപ്ഷൻ സി ക്രിയേറ്റീവ്, ഓപ്ഷൻ ഡി ഒറിജിനൽ. അപ്പോൾ സ്റ്റിറിയോടൈപ്പ് എന്ന് വെച്ചാൽ സ്റ്റിറിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത എന്നൊരു മീനിങ്ങാണ് വരിക. നോവൽറ്റി എന്ന് പറഞ്ഞാൽ പുതുമ. പിന്നെ ക്രിയേറ്റീവും ഒറിജിനും എന്തായാലും കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ്, അതൊക്കെ അറിയായിരിക്കുമല്ലോ. ക്ലീഷേ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീഷേ എന്ന് പറഞ്ഞാൽ ഒരു പഴഞ്ചൻ ആൾക്കാരെന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഈ ക്ലീഷേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിനോണിം എന്ന് പറയുന്നത്
ക്ലീഷയുടെ സിനോണിം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സ്റ്റിറോടൈപ്പ്. സ്റ്റിറോടൈപ്പ് എന്ന് വെച്ചാൽ മാറ്റമില്ലാത്ത അല്ലെങ്കിൽ പഴഞ്ചനുമായിട്ട് ഒരു മാച്ചായിട്ടുള്ളൊരു ഇതാണല്ലോ സ്റ്റിറോടൈപ്പ്. അതാണ് ആൻസർ വരുന്നത്. 64ാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് എ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ. അപ്പം ഒരു സ്യൂട്ടബിൾ പ്രപ്പോസിഷനായിട്ട് ഫില്ല് ചെയ്യുക എന്നാണ്. നമുക്ക് നോക്കാം. നെഗ്ലിജൻസ് ഫ്രം ദ പേരൻസ് കോസ് ദ ചിൽഡ്രൻ ടു ലുക്ക് ഡാഷ് അഫെക്ഷൻ എൽസ്വെയർ. അപ്പം നെഗ്ലിജൻ ഫ്രം ദ പേരൻസിൽ നിന്നുള്ള അവഗണന എന്ന് പറയുന്നത് കോസസ് ദ ചിൽഡ്രൻ, അപ്പം കുട്ടികളെയാണ് ബാധിക്കുന്നത്. ടു ലുക്ക് ഡാഷ് അഫെക്ഷൻ എൽസ്വെയർ. അപ്പോൾ അതിൽ ഏത് പ്രപ്പോസിഷനാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അറ്റ്, ഓപ്ഷൻ ബി ഇൻ, ഓപ്ഷൻ സി വിത്ത്, ഓപ്ഷൻ ഡി ഫോർ. അപ്പോൾ അതിൽ ഏതാണ് ആൻസർ? അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ആദ്യം അറിയണം, എന്നാലും നമുക്ക് ഏത് പ്രപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത് ആൻസറായിട്ട് വരേണ്ടതെന്ന് അറിയാനായിട്ട് സാധിക്കും. അതിപ്പം അറ്റ് ദ പ്രപ്പോസിഷൻ അറ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു സ്പെസിഫിക് ടൈം. അതൊരു സ്പെസിഫിക് ടൈം, ലൊക്കേഷൻ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഷോപ്പ്, ബിൽഡിങ്, ആക്ടിവിറ്റീസ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്ന് ഉപയോഗിക്കുന്നത് എവിടേക്കാണ് നോക്കാം. ഇന്ന് ഉപയോഗിക്കുന്നത് ഇന്ന് യൂസ് ടു ഇൻഡിക്കേറ്റ് ലൊക്കേഷൻ. അതും ലൊക്കേഷൻ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക, ഷീ ലീവ്സ് ഇൻ ലണ്ടൻ. അപ്പോൾ അവിടെ ലണ്ടനിൽ താമസിക്കുന്നത്, അവിടെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലോ. പിന്നെ ബുക്ക് ഈസ് ഇൻ ദ ബാഗ്, അതൊരു എക്സാമ്പിളാണ്. ബുക്ക് എവിടെയാണ്? ബാഗിനകത്താണ്. ഇൻ ദ ബാഗ് ഇന്ന് ഉപയോഗിക്കുന്നില്ല. പിന്നെ സമയവും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ഐ ഗോ ടു ജിം ഇൻ ദ മോർണിംഗ്. അവിടെ രാവിലെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ടോ? ആ ഒരു ടൈം സൂചിപ്പിക്കാൻ വേണ്ടി എന്താണ് ഇന്ന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇന്ന് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ ഒരു കണ്ടീഷന് വേണ്ടിയിട്ട് ഇന്ന് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ഹീ ഈസ് ഇൻ എ ഗുഡ് മൂഡ്. ഹീ ഈസ് ഇൻ എ ഗുഡ് മൂഡ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഇതൊക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ എന്താ, കാർ ഈസ് ഇൻ ഗുഡ് കണ്ടീഷൻ. ഒരു കണ്ടീഷൻ, കാർ ഇങ്ങനെയുള്ളതാണെന്നുള്ള ഒരു കണ്ടീഷനെ സൂചിപ്പിക്കാൻ വേണ്ടി എന്താണ് ഇനി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ ഈ ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൊക്കേഷനോ അല്ലെങ്കിൽ അറ്റ് ഉപയോഗിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഇന്ന് ഉപയോഗിക്കേണ്ടതായിട്ടോ വരുന്നില്ല. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വിത്ത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വേരിയസ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വിത്ത് എന്നുള്ളൊരു ഉപയോഗിക്കുന്നത്. ഇൻക്ലൂഡിങ് ബീയിങ് ഇൻ ദ സെയിം പ്ലേസ് അല്ലെങ്കിൽ സംവൺ, അങ്ങനെയൊക്കെയുള്ള ഇതിന് വേണ്ടിയിട്ടാണ് വിത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ഫോർ യൂസ് ടു ഇംഗ്ലീഷ് ബോത്ത് പ്രൊപ്പോസിഷൻ ആസ് എ കണ്ടീഷൻ. അതായത് പ്രൊപ്പോസിഷനും കണ്ടീഷനുമായിട്ട് നമ്മൾ എന്താണ് ഫോർ ഉപയോഗിക്കാറുണ്ട്. വേരിയസ് മീനിങ് ഉണ്ടാവും, അതിൽ ഡിഫറെൻറ്റ് ടൈപ്പുള്ള മീനിങ് ഉണ്ട്. എന്തിന്? ഇൻക്ലൂഡിങ് പർപ്പസ്, ഡ്യൂറേഷൻ, റെസിപ്പിയൻസ് ആൻഡ് റിസൾട്ട്സ്. അതായത് കുറേയധികം പർപ്പസുകൾക്കും സമയത്തിനും റെസിപ്പിയൻസിനും കുറേ റീസൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഫോർ ആണ്. ആൻസർ വരുന്നത് ഫോർ ആണ്. നെഗ്ലിജൻസ് ഫ്രം ദ പേരൻസ് കോസസ് ദ ചിൽഡ്രൻ ടു ലുക്ക് ഫോർ അഫെക്ഷൻ എൽസ്വെയർ. അപ്പോൾ ഓരോ ഇൻക്ലൂഡിങ് പർപ്പസ്, ഡ്യൂറേഷൻ, ഇതിനൊക്കെയാണ് ഫോർ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇവിടെ ആ ഒരു വേരിയസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഫോർ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. 65ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പം ഒരു സ്പീച്ചിലെ ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ് കണ്ടെത്തുകണം. മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ. മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ. എന്താണ്? എൻ്റെ ബ്ലഡ് എങ്ങനെയാണ്? കോൾഡ് പോലെയാണ്, മൂണിൻ്റെ കോൾഡ് പോലെയാണ് എൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ മെറ്റഫോർ, ഓപ്ഷൻ ബി സിമിലി, ഓപ്ഷൻ സി പേഴ്സണിഫിക്കേഷൻ, ഓപ്ഷൻ ഡി ഓക്സിമോറോൺ. അപ്പം ഇതിലേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, സിമിലി. അതായത് മെറ്റഫർ എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് രൂപകം അല്ലെങ്കിൽ അലങ്കാരം എന്നതിന് ഉപയോഗിക്കുന്നതാണ് മെറ്റഫർ. സിമിലി എന്ന് വെച്ചാൽ ഉപമയാണ്, ഉപമ. പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, വ്യക്തിത്വം. പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം എന്നൊരു മീനിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ പരസ്പരം ചേരാത്ത ഈ കാര്യങ്ങൾ ഒക്കെ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സിമിലിയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, 66ാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ഗ്രാമറ്റിക്കലി കറക്റ്റ്. അപ്പോൾ ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിത്തിങ് ഈസ് എ
mystery. Option B, between you and I, everything is a mystery. Option C, between I and you, everything is a mystery. Option D, between you and he, everything is a mystery. അപ്പോൾ ഇതിൽ ഏതാണ് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള വേർഡ് അല്ലെ സെൻറ്റൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒരുപാട് ഞാൻ എന്താ പറയുക വിശദീകരിച്ച് ഒന്നും പറയുന്നില്ല, വിശദീകരിച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പം ടെക്നിക്കലി ദ കറക്റ്റ് ഫ്രേസ് ഏതാണ്? ബിറ്റ്വീൻ്റെ കൂടെ യു ആൻഡ് മീയെ വരുള്ളൂ. കറക്റ്റ് ഫ്രേസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ്റെ കൂടെ യു ആൻഡ് മീ എന്നതാണ് കറക്റ്റ് ഫ്രേസ്. അപ്പോൾ നിങ്ങൾ ഏത് എക്സാമിന് വന്നാലും ഇത് ഓർത്ത് വെക്കുക. ബിറ്റ്വീൻ്റെ കൂടെ യു ആൻഡ് ഐ എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതൊരു ആൻസറായിട്ട് എഴുതി വെക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നും. അതായിരിക്കും ആൻസർ എന്നൊക്കെ മനസ്സിൽ തോന്നും. പക്ഷേ അതല്ല ആൻസർ വരുന്നത്. ബിറ്റ്വീൻ്റെ കൂടെ യു ആൻഡ് മീ എന്നതാണ് കറക്റ്റ് ഫ്രേസായിട്ട് വരുന്നത്.